ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ മോഹൻ രാഗേഷ് എഴുതിയിട്ടുള്ള ദിശാഹീൻ ദിശ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेखा नहीं थी. लेखक के इस कथन के आधार पर बताएं कि किसी यात्रा पर जाने से पहले यात्रा की रूपरेഖ बनाना जरूरी है. അതായത് ലേഖകൻ പറയുന്നത് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, വീട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പോകുന്ന യാത്രയെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈനോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കേണ്ടത് എത്രത്തോളം ആവശ്യകമാണ് എന്നതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. यात्रा पर जाने से पहले ही उसकी एक रूपरेखा होना बहुत ज़रूरी है. इससे हम अपने समय का इस्तेमाल सही तरह से कर सकते हैं. അപ്പോൾ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടൈമിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. हम एक नए जगह पर यात्रा के लिए जाते हैं तो उसके बारे में जानकारी निकालने के बाद जो जगह ज़्यादा अच्छा लगता है हम वहाँ जा सकते हैं और दूसरी जगहों को छोड़ सकते हैं. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രം പോവുകയും ബാക്കി സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. इस प्रकार हम अपना समय बचा सकते हैं और यात्रा की पूर्ण आनंद उठा सकते हैं. യാത്ര കാന്നാണ് കേട്ടോ എഴുതുക. ഇത്തരത്തിൽ നമുക്ക് നമ്മളുടെ യാത്ര എൻജോയ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ടൈം സേവ് ചെയ്യാനും പറ്റും. घने शहर की छोटी सी तंग गली में पैदा हुए लेखक को कन्याकुमारी के विशाल समुद्र तट के प्रति आत्मीयता का अनुभव होने का आधार क्या हो सकता है. ഒരു പട്ടണത്തിലെ ഒരു ഉൾപ്രദേശത്തിൽ, അതായത് ഭയങ്കര കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ലേഖകന് കന്യാകുമാരിയിലെ വിശാലമായ സമുദ്രതട്ട്, ആ ബീച്ചൊക്കെ കണ്ടപ്പോൾ അതുമായിട്ട് വളരെ അഗാധമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുപോലെ തോന്നിയതിന് എന്താണ് കാരണം? हम जिस चीज से परिचित नहीं है उसके प्रति हमारा आकर्षण ज्यादा होता है. विपरीत के प्रति आकर्षण स्वाभाविक है. इसलिए तंग गली में जन्मे लेखक को कन्याकुमारी की विशाल समुद्र तट के प्रति आत्मीयता का अनुभव होने लगा. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനോട് നമുക്ക് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതെങ്ങനെയാണല്ലോ, ഓപ്പോസിറ്റ്സ് അട്രാക്റ്റ് എന്നല്ലേ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ താമസിച്ചിട്ടുള്ള ലേഖകന് കന്യാകുമാരിയിലെ ആ വിശാലമായ സമുദ്ര തട്ട് കണ്ടപ്പോൾ വളരെയധികം അതിനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുപോലെ തോന്നി. मगर बात करने की जगह उसने मेरा बिस्तर लपेटकर खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लिए हुए नीचे उतर गया. अविनाश के इस आचरण से मोहन राकेश और अविनाश के बीच की मित्रता का क्या अंदाजा मिल जाता है. അതായത് എന്നോട് സംസാരിക്കുന്നതിന് പകരം അവൻ ആ ട്രെയിനിൻ്റെ ജനലിലൂടെ എൻ്റെ ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്കയാണ്, ചുരുട്ടി അത് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് എൻ്റെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു, സ്വയം പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ന് ലേഖകൻ പറയുന്നുണ്ട് അവിനാശിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നിന്നും ലേഖകനും അവിനാശും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? മോഹൻ രാകേഷ് और अविनाश बहुत करीबी दोस्त है. अविनाश को मोहन राकेश के प्रति ऐसे व्यवहार करने की आज़ादी खुद उन्होंने दी है. അപ്പോൾ മോഹൻ രാകേഷും അതുപോലെ തന്നെ അവിനാശും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവിനാശിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുള്ളത് ആരെന്നെയാണ്? മോഹൻ രാകേഷ് തന്നെയാണ്. इसलिए उनसे पूछे बिना ही वह उनका बिस्तर लपेटकर खिड़की से बाहर फेंक देता है. इस आचरण से उन दोनों के बीच की गहरी दोस्ती दिखाई देती है.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മോഹൻ രാകേഷിനോട് ചോദിക്കാതെ അവിനാഷ് ആ ബിസ്തർ എടുത്ത് പുറത്തേക്ക് ഇട്ടത്. ഈ ഒരു സംഭവത്തിൽ നിന്നും അവരുടെ ഇടയിലുള്ള ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് മനസ്സിലാകുന്നത്. മഗർ ആപ് ചാഹേ तो चंद गजलें तरन्नुम के साथ अर्ज कर सकता हूँ. इस कथन से आम जनता के साथ गजलों के रिश्ते का क्या परिचय मिलता है. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗസലുകൾ ട്യൂണിൽ പാടിത്തരാം എന്ന് മല്ലാഹ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വാക്യത്തിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് ഗസലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? आम जनता गज़लों से परिचित है और उसके बहुत शौकीन भी है. गज़ल जनता की ही कविता है, लोग उसका अर्ज करते रहते हैं, इसलिए बूढ़े मल्लाह ने भी चंद गज़लें पेश की. അപ്പോൾ സാധാരണ ജനങ്ങള് ഗസലുമായിട്ട് വളരെയധികം പരിചിതമാണ്. അതുകൂടാതെ അവര് അതിൽ വളരെയധികം ഇൻട്രസ്റ്റഡുമാണ്. ഷോക്കി എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റഡ്. ഗസൽ സാധാരണ ജനങ്ങളുടെ തന്നെ കവിതയാണ്. അതുകൊണ്ട് തന്നെ ആളുകള് ഗസലുകള് പാടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ബൂഡ മല്ലാഹും പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഗസലുകൾ അവതരിപ്പിച്ചത്. उसके खामोश हो जाने से सारा वातावरण ही बदल गया. इससे आपने क्या समझा? അപ്പോൾ അയാൾ ശാന്തനായപ്പോൾ, ഖാമോഷ് ഹോന ശാന്തനാവുക, മൊത്തം അറ്റ്മോസ്ഫിയർ തന്നെ മാറിപ്പോയി. ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? बूढ़ा मल्लाह झूम झूम कर गजलें गा रहा था. लेखक और उनका मित्र उसके गजल में खो गए थे. അപ്പോൾ ഈ വയസ്സായ ഈ തോണിക്കാരൻ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഗസലൊക്കെ പാടുകയാണ്. അപ്പൊ ലേഖകനും കൂട്ടുകാരനും അതിൽ മുഴുകിയിരിക്കുകയാണ്. मल्लाह का गला काफी अच्छा था और सुनाने का अंदाज भी शायराना था. അപ്പോൾ ഈ മല്ലാഹിന്റെ ശബ്ദം വളരെ നല്ലതായിരുന്നു. അതുകൂടാതെ അയാൾ അത് പാടിയിരുന്ന രീതി വളരെ പോയറ്റിക് ആയിരുന്നു. ഷായറാന ഥ എന്ന് പറഞ്ഞാൽ പോയറ്റിക് ആയിരുന്നു. ഗസൽ സുനത്തെ സമയ രാത്, സർദി और नाव का हिलना इन सब का अनुभव नहीं हो रहा था पर अब होने लगा. ഈ ഗസൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ആയതോ അല്ലെങ്കിൽ തണുപ്പുള്ളതോ ഈ വഞ്ചി ഇളകുന്നതോ ഒന്നും തന്നെ ഇവർ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അയാൾ പാട്ട്, അതായത് ഗസൽ പാടുന്നത് നിർത്തിയപ്പോൾ ഇതെല്ലാം അറിഞ്ഞു തുടങ്ങി. झील का विस्तार भी जैसे उतनी देर के लिए सिमट गया था अब खुल गया है. അപ്പോ झील എന്ന് പറഞ്ഞാൽ എന്താണ്? ലേക്ക്. ആ ലേക്കിന്റെ വിസ്താരം അത്രയും നേരത്തേക്ക് ചുരുങ്ങിയതുപോലെ തോന്നി. എന്നാൽ അയാൾ ഗസൽ പാടുന്നത് നിർത്തിയപ്പോഴാണ് ശരിക്കും झीലിന് എത്ര വിസ്താരമുണ്ട് എന്ന് ഇവർ തിരിച്ചറിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. मोहन राकेश की बड़ी इच्छा थी कि समुद्र तट का सफर करें. समय और साधन की कमी से मोहन राकेश समुद्र तट की यात्रा न कर सके. हाथ में पैसा आने पर मोहन राकेश ने यात्रा करने का निश्चय किया. मोहन राकेश ने पहले सोचा था कि कन्याकुमारी चला जाऊं. गोवा इसलिए हम जा सकते हैं कि वहाँ जीवन बहुत सस्ता है. താഴെ തന്നിട്ടുള്ളവയിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസിന്റെ നേരെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതിലെ തേർഡ് വണ്ണ് റോങ് ആണ്. അതുപോലെ തന്നെ ഫോർത്ത് വണ്ണും റോങ് ആണ്. തേർഡ് വണ്ണില് അവിനാഷാണ് സൂട്ട് കേസ് എടുത്തിട്ട് താഴെ ഇറങ്ങുന്നത്. ഫോർത്ത് വണ്ണില് അവര് രാത്രിയാണ് കറങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ അത് രണ്ടും റോങ് ആണ്. ബാക്കിയുള്ളതിന്റെ അവിടെ ടിക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതാണ്. मुंबई से कन्याकुमारी के बीच के मुख्य समुद्र तटों की सूची तैयार करें. അതായത് മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബീച്ചസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. മഹാരാഷ്ട്രയില് ജുഹു, മാർവേ, അക്സ, ഗിർഗാവ്, ചോപ്പാട്ടി. ഗോവ, കലങ്കോട്ട്, ബനോലി, अरमपुर. कर्नाटक गोकर्ण, कारवार, मालबे, उल्लाल. केरल बेकल, बेपूर, चिराई, वर्कला, कोवलम. तमिलनाडु कन्याकुमारी. नेक्स्ट क्वेश्चन.
भोपाल ताल में अब्दुल जब्बार और अविनाश के साथ की सैर मोहन राकेश के लिए मज़ेदार थी। वे अपने अविस्मरणीय अनुभव दफ्तर के एक मित्र से बांटना चाहते हैं। भोपाल ताल की सैर और अनुभवों का जिक्र करते हुए മിത്ര के नाम മോഹൻ രാകേഷ് का പത്ര लिखिए. അപ്പോൾ ഈ ഭോപ്പാൽ താലിൽ വെച്ചിട്ട് നടത്തിയ ആ തോണിയിലുള്ള യാത്ര മോഹൻ രാകേഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ തൻ്റെ ഈ അനുഭവം തൻ്റെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടിനോട് പങ്കുവെക്കുന്നതായിട്ടുള്ള ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ഭോപ്പാൽ 30 मार्च 1950. प्रिय प्रकाश जी, आप कैसे हैं? आशा करता हूँ कि घर और दफ्तर में सब कुछ कुशल है. मैं कुछ बातें आपसे बांटने के लिए यह खत लिख रहा हूँ. ഹൗ ആർ യു ചോദിക്കുകയാണ് ആദ്യം. അതിനുശേഷം പറയാണ് ഓഫീസിലും വീട്ടിലെല്ലാം നല്ലതായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. मैं एक यात्रा पर निकला था. मुंबई जा रहा था मगर अब भोपाल में हूँ. डिब्बे में सोने के लिए सीट मिली थी मगर मैंने कभी नहीं सोचा था कि मैं रात में भोपाल की नाव में लेटकर मल्ला की गजलें सुनूंगा. അപ്പം ഞാനൊരു യാത്രയിലാണ്, മുംബൈയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭോപ്പാലിലാണ്. ട്രെയിനിന്റെ ഡിബ്ബയില് ഉറങ്ങാനായിട്ട് സീറ്റെല്ലാം കിട്ടിയതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയില്ല രാത്രി ഞാൻ ഭോപ്പാലിലെ ഒരു തോണിയിൽ കിടന്നുകൊണ്ട് തോണിക്കാരന്റെ ഗസലുകൾ കേൾക്കുകയായിരിക്കുമെന്ന്. भोपाल स्टेशन में मेरा मित्र अविनाश मुझसे मिलने के लिए आया था. मुझसे बात करने के बजाय उसने मेरा बिस्तर खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लेकर बाहर निकला. ഭോപ്പാൽ സ്റ്റേഷനിൽ എൻ്റെ ഫ്രണ്ട് അവിനാഷ് എന്നെ കാണാൻ വന്നിരുന്നു. എന്നാൽ എന്നോട് സംസാരിക്കുന്നതിന് പകരം അവൻ എൻ്റെ കിടക്ക എടുത്തുകൊണ്ട് ട്രെയിനിന്റെ ജനലിലൂടെ പുറത്തേക്കിട്ടു. എന്നിട്ട് എൻ്റെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് പുറത്തു വന്നു. 11 बजे के बाद हम घूमने निकले. जब भोपाल ताल के पास आए तो मन किया कि एक नाव लेकर झील की सैर करें. അപ്പോൾ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ ഭോപ്പാലിലെ ലേക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ അവർക്ക് ആ ലേക്കിൽ ഒന്ന് തോണിയിൽ സഞ്ചരിക്കണമെന്ന് തോന്നി. कुछ दूर जाने पर अविनाश ने कहा कि कितना अच्छा होता अगर हम में से कोई कुछ गा लेता. അപ്പോൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിനാഷ് പറഞ്ഞു, നമ്മളിൽ ആരെങ്കിലും എന്തെങ്കിലും പാടുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന്. ഹമാരെ നാവ് ക മല്ലാഹ് അബ്ദുൽ ജബ്ബാർ ഗായക് തോ നഹി മഗർ ഉസ്നെ 2-3 ഗസലെ അർസ് കി. ഞങ്ങളുടെ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാർ ഗായകനൊന്നും ആയിരുന്നില്ല, എന്നാലും 2-3 ഗസലുകൾ പാടി. ഉസ്കാ ഗല കാഫി അച്ഛാ ഥാ ഓർ സുനാനി ക അന്ദാസ് ബി ഷായറാനാ ഥാ. അയാളുടെ ശബ്ദം വളരെ നല്ലതായിരുന്നു. ആ ഗസലുകൾ പാടുന്ന രീതിയും വളരെ പോയറ്റിക് ആയിരുന്നു. मैं और अविनाश उसके गजलों में ऐसे खो गए थे. जब वह खामोश हो गया तो वातावरण ही बदल गया. ഞാനും അവിനാശും അയാളുടെ ഗസലുകളിൽ ലയിച്ചിരുന്നു പോയി. അയാൾ നിശബ്ദനായപ്പോൾ മൊത്തം അറ്റ്മോസ്ഫിയർ തന്നെ മാറിയതുപോലെയാണ് തോന്നിയത്. रात सर्दी और नाव का हिलना, इन सब का अनुभव पहले नहीं हो रहा था, अब होने लगा. झील का विस्तार भी जैसे उतनी देर के लिए सिमट गया था, अब खुल गया है. തണുപ്പും രാത്രിയും ഈ തോണി ഇളകുന്നതും ഒന്നും ഗസൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അറിഞ്ഞിരുന്നില്ല. അതുപോലെ അത്രയും നേരത്തേക്ക് ആ ലേക്കിന്റെ വിസ്താരം കുറഞ്ഞിരുന്നതുപോലെയും ഗസൽ കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിസ്താരം കൂടിയതുപോലെയും അവർക്ക് തോന്നുകയാണ്. यह सब मेरे लिए बहुत मजेदार था और मेरे दिल के बहुत करीब है. दफ्तर में सबको मेरा प्रणाम कहना. बाकी सब अगले पत्र में बताऊंगा. जवाबी पत्र की प्रतीक्षा करते हुए. അപ്പോൾ ഈ അനുഭവം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത ഒന്നാണ്. അതുകൂടാതെ ഓഫീസിലെല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. ബാക്കിയെല്ലാം നെക്സ്റ്റ് ലെറ്ററിൽ പറയാം. ജവാബി പത്രം എന്ന് പറഞ്ഞാൽ മറുപടി കത്ത് കാത്തിരിക്കുന്നു. എന്നിട്ട് ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ആപ്ക അപ്ന മിത്ര ഹസ്താക്ഷർ മോഹൻ രാകേഷ്, അതിനുശേഷം സേവാമേ എന്നെഴുതിയിട്ട് ആർക്കാണോ നിങ്ങൾ ലെറ്റർ എഴുതുന്നത് അവരുടെ ഡീറ്റെയിൽസ് എഴുതുക. അടുത്തതായിട്ട് ഗോവേനെ കുറിച്ചിട്ടുള്ള
ഗോവയുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രോഷർ എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണയിൽ നമ്മൾ ബ്രോഷേഴ്സ് കാണുന്നതാണ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെയോ ഒക്കെ തന്നെ കാണുന്നതാണ്. അപ്പം അതിൽ എങ്ങനെയാണ് പിക്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, അത് കൂടാതെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റീസും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഗോവയുടെ സ്പെഷ്യാലിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടാണ് ബ്രോഷർ എഴുതേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ പ്രിപ്പയർ ചെയ്തതല്ല, മറ്റ് 2 സോഴ്സസ് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മോഡൽ കൊണ്ടുവന്നു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അബ്ദുൽ ജബ്ബാറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള പോയിന്റ്സും കൂടെ ചേർത്തിട്ട് വേണം അത് എഴുതാനായിട്ട്. अब्दुल जब्बार की चरित्रगत विशेषताएं। मोहन राकेश की यात्रा विवरण। दिशाहीन दिशा का एक प्रभावशाली पात्र है अब्दुल जब्बार. ഇപ്പോൾ മോഹൻ രാകേഷിൻ്റെ യാത്രാ വിവരണമായിട്ടുള്ള ദിശാഹീൻ ദിശയിലെ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്രഭാവശാലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അബ്ദുൽ ജബ്ബാറിൻ്റേത്. വ एक गरीब बूढ़ा मल्लाह है. भोपाल ताल की शहर में उनका और उनकी मित्र का ഉൻസെ പരിചയ ഹോത്ത ഹെ. അതായത് ഭോപ്പാൽ താലിലെ ഒരു വയസ്സായ ഒരു തോണിക്കാരനാണ് അബ്ദുൽ ജബ്ബാർ. ലേഖകന്റെ കൂട്ടുകാരനും അദ്ദേഹത്തെ ഭോപ്പാലിന്റെ ലേക്കിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. വ एक बहुत खुश मिजाज किस्म के इंसान है और एक सादा जीवन बिताता है. അതായത് ഖുഷ് മിസാജ് എന്ന് വെച്ചാൽ വളരെ പ്ലസന്റ് ആയിട്ട് എപ്പോഴും ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണ് അബ്ദുൽ ജബ്ബാർ. ഒരു സാധാരണ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ഉസ്കെ दाढ़ी के ही नहीं छाती के भी बाल सफेद हो चुके हैं. वह दिन रात मेहनत करता है और उससे ही अपनी आजीविका कमाता है. അയാളുടെ താടിയിലെ രോമങ്ങൾ മാത്രമല്ല ചെസ്റ്റിലെ രോമങ്ങളും നരച്ചിരിക്കുന്നു. ദിവസവും രാത്രിയും എല്ലാം തന്നെ ജോലി ചെയ്തിട്ടാണ് അയാൾ തനിക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത്. ജബ് ചപ്പു ചലാനെ ലഗ്താ ഹൈ തോ ഉസ്കി മാംസ്പേശിയാ ഇസ് തരഹ ചൽത്തി ഹൈ ഉൻമേ ജൈസെ ഫൗലാദ് ബറാ ഹോ. ചപ്പു എന്ന് വെച്ചാൽ തുഴ. അപ്പം ആ തോണി തുഴയുമ്പോൾ അയാളുടെ മസിൽസ് കണ്ടാല്, മാംസ്പേശിയ മസിൽസ് കണ്ടാല് അതിൽ ലോഹം നിറച്ചിരിക്കുന്നത് പോലെ, മെറ്റല് നിറച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുക. അതായത് അത്രയും സ്ട്രോങ് ആണ് ആ മസിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജബ് അവിനാശ് ने गाना सुनने की इच्छा प्रकट की तो उसने बिना हिचके हुए 3 गजलें पेश की. उसका गला काफी अच्छा था और सुनाने का अंदाज भी शायराना था. वह झूम झूम कर गजलें सुना रहा था और अविनाश और लेखक को भी उनमें लीन कर दिया था. असल में जब उसने गजलें समाप्त की तो वातावरण ही बदल गया था. लेखक और उनके मित्र के अनुसार अगर उस दिन उन्होंने मल्लाह को कुछ और भी करने को कहा होता तो उसने वह भी कर दिया होता. അതായത് അവിനാഷിന് പാട്ട് കേൾക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ, ബിനാ ഹിച്കെ എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ആ ഗസലുകൾ അവതരിപ്പിക്കാനായിട്ട് മല്ലാഹ് റെഡിയായി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ സെയിം സെന്റൻസസും അതേ മീനിങ്ങും തന്നെയാണ്. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് അന്ന് മല്ലാഹിനോട് ഇവര് വേറെ എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞാലും അയാൾ അത് ചെയ്തേനെ. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ മല്ലാഹിൻ്റെത്. വ ബഹുത് വിനയശീൽ വ്യക്തി ഹെ. वास्तव में उस रात को, उस नाव की यात्रा को लेखक और अविनाश के लिए यादगार बनाने में बूढ़े मल्लाह के खुशमिजाज अंदाज और उसकी गजलों की बहुत बड़ी भूमिका है. അയാൾ വളരെയധികം വിനയമുള്ള ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ അന്നത്തെ രാത്രി, അന്നത്തെ ആ തോണിയിലെ യാത്ര, ഇതെല്ലാം ലേഖകനും അവിനാശിനും വളരെ നല്ല ഓർമ്മകളാക്കി മാറ്റിയതിൽ ഈ വയസ്സായ മല്ലാഹിന്റെ പ്ലസന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിന്, ഖുഷ്മിസാജ് അന്താസ്, പ്ലസന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിന് വളരെ വലിയൊരു പങ്കുണ്ട്. ഭൂമിക, റോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിളിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂൽ ശബ്ദ് ഏതാന്ന് കണ്ടുപിടിക്കുക. അത് കൂടാണ്ട് അത് ഇങ്ങനെ മാറാനായിട്ട് എന്താണ് കാരണം എന്നുകൂടി ചർച്ച ചെയ്യണം.
ഓരോന്നിന്റെയും മൂൽ ശബ്ദം നോക്കുമ്പോൾ മുझेല് മേ, ഹംനെ ഹം, ഉസ്മേ വ, ഉസ്കി വ, ഇൻകാ യേ, മുझसे मैं, उससे वह, किसका कौन। मैं, हम, वह, ये, कौन आदि ഹിന്ദി के സർവനാം है. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഹിന്ദിയിലെ സർവനാമങ്ങളാണ്. സർവനാം എന്ന് വെച്ചാൽ प्रोनाउन. इन सर्वनाम के साथ कुछ प्रत्यय लगाने से उपर्युक्त शब्द मिलता है. इन्हें सर्वनाम का रूपांतरण कहते हैं. उदाहरण के लिए मैं के साथ को प्रत्यय लगाने से मुझे या मुझको शब्द मिलता है. मैं, हम, तू, तुम, आप, यह, ये, वह, वे, जो, कौन, कोई ആദി ഹിന്ദി കെ സർവനാം ഹെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ തന്നിട്ടുള്ളതാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ. ഇനി നമുക്ക് ടേബിളിൽ തന്നിട്ടുള്ള വേർഡ്സ് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേലെ തന്നിട്ടുള്ള സർവനാമങ്ങളുടെ കൂടെ ഏതെങ്കിലും ഒരു പ്രത്യയം ചേർക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ മേ പ്ലസ് കോ ചെയ്തു കഴിഞ്ഞാൽ മുझे അല്ലെങ്കിൽ മുझ്കോ എന്നുള്ള രണ്ട് വേർഡ്സ് ആണ് കിട്ടുക. അതുപോലെ താഴെ തന്നിട്ടുള്ള ഓരോ സർവനാമങ്ങളുടെ കൂടെയും പലതരം പ്രത്യയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ വേർഡ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ സർവനാമിന്റെ കൂടെ പ്രത്യയം ചേർത്തുകൊണ്ട് മറ്റ് വേർഡ്സ് ഉണ്ടാക്കുന്നതിനെയാണ് സർവനാം കാ രൂപാന്തരൺ എന്ന് പറയുന്നത്. नमूने के अनुसार वाक्य को बदलकर लिखें, अर्थ भेद भी समझें. അതായത് എക്സാമ്പിൾ തന്നിട്ടുള്ളത് നോക്കിയിട്ട് മറ്റ് സെന്റൻസസ് മാറ്റി എഴുതുക. എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് मैं एक लंबी यात्रा करूंगा, मैं एक लंबी यात्रा करूं ആയിട്ട് മാറുന്നു. मैं सीधे कन्याकुमारी चला जाऊंगा, मैं सीधे कन्याकुमारी जाऊं. मैं बम्बई तक की यात्रा करूंगा, मैं बम्बई तक की यात्रा करूं. അത് മിസ്റ്റേക്ക് ആണ്, അവിടെ കരൂം എന്നുള്ളൂ. मेरी यात्रा का अंतिम पड़ाव कन्याकुमारी होगा, मेरी यात्रा का अंतिम पड़ाव कन्याकुमारी हो. अब हम लौट चलेंगे, अब हम लौट चले. लास्ट क्वेश्चन. मान ले आप दिसंबर की छुट्टियों में दिल्ली जा रहे हैं, इसके लिए क्या क्या पूर्व तैयारियां करेंगे, इस चार्ट की पूर्ति करें. അതായത് നിങ്ങളോട് അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. ഡിസംബർ ഹോളിഡേയ്സിൽ നിങ്ങൾ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ 4 കോളംസ് ആണുള്ളത്. देखने की जगहें, यात्रा की अवधि, यात्रा के साधन, आवश्यक सामग्रियां. ഫസ്റ്റ് ഹെഡിങ്ങിന്റെ മീനിങ് കാണേണ്ട സ്ഥലങ്ങൾ, സെക്കൻഡ് വൺ യാത്രയ്ക്ക് വേണ്ട ടൈം, മൂന്നാമത്തെ യാത്രയ്ക്ക് വേണ്ട റിസോഴ്സസ്, നാലാമത്തെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കുത്തുബ് മീനാർ ആണ്. ഒരു ദിവസം മതി. അതിന് റെയിൽ ഗാഡിയും റിക്ഷയും ആവശ്യമാണ്. ഇനി സാമഗ്രികൾ കപ്പടെ, സാബുൻ, ടവൽ, കുർത്ത പജാമ. ക്ലോത്ത്സ്, സോപ്പ്, ടവൽ, കുർത്ത പജാമയൊക്കെയാണ് ആവശ്യം. സെക്കൻഡ് പ്ലേസ് ലാൽ കില. അവിടെയും ഒരു ദിവസം മതി. ബസ്സും റെയിൽ ഗാഡിയാണ് റിസോഴ്സസ് വേണ്ടത്. ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോത്ത്സും ടവല്, മൊബൈൽ, ഘടി, വാച്ച് എല്ലാതാണ്. തേർഡ് പ്ലേസ് ഇന്ത്യ ഗേറ്റ്. അവിടെയും ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. റെയിൽ ഗാഡി, ബസ് എല്ലാം ഉണ്ട്. പിന്നെ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ജറൂരി ദവായി, ATM കാർഡ്, ക്യാമറ അതെല്ലാമാണ്. ഫോർത്ത് പ്ലേസ് ലോട്ടസ് ടെമ്പിൾ. ഒരു ദിവസം തന്നെ മതി. റെയിൽ ഗാഡി, ബസ് സർവീസ് ഉണ്ട്. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.